Hello friends, this is Leo Kurian from INVESTDOM. Welcome to Daily Market Wrap program. ഇപ്പോഴത്തെ മാർക്കറ്റ് കാണുമ്പോൾ എനിക്കൊരു ത്രില്ലർ മൂവി കാണുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ ക്രിക്കറ്റ് മാച്ച് കാണുന്ന ഒരു എഫക്റ്റാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കാണുമ്പോൾ. അതായത് ഇതാണ് മാർക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഒരു നമ്മൾ എത്ര വലിയ ട്രേഡേഴ്സ് ആണെങ്കിലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാർക്കറ്റ് കൺട്രോൾ ചെയ്യണം. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്കറ്റിനൊപ്പം, അതായത് നമ്മളല്ല മാർക്കറ്റാണ് മാസ്റ്റർ, അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മാർക്കറ്റ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനൊക്കെ അകത്ത് കയറ്റുന്നത് നല്ലൊരു ബുള്ളിഷ് ഫീല് കൊടുത്ത് അകത്തേക്ക് കയറ്റി പിന്നീട് ഒന്ന് നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്ത് പിന്നെ പതുക്കെ ആ കൺസോൾട്ടേഷൻ മോസ്റ്റ് പ്രോബ്ലി അവർ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒറ്റയടിക്ക് അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റ് ഒഴിവാകാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പൊസിഷൻ, അതായത് ഒരു ഫേക്ക് റാലിയും ഒരു ഫേക്ക് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് റീറ്റെയിലേഴ്സ് അകത്തേക്ക് കയറുള്ളൂ. അതുപോലെ അതായത് പൂൾ ഓഫ് ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പതുക്കെ അവരുടെ സ്റ്റോക്കുകൾ, അവരുടെ പോർട്ട്ഫോളിയോ പതുക്കെ ട്രിം ചെയ്യും. അങ്ങനെ പിന്നീട് ഒരു നല്ലൊരു സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണഗതിയിൽ അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതാണ് മാർക്കറ്റിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് നല്ല ന്യൂസ് വന്നാലും എന്ത് നല്ല റിസൾട്ട് വന്നാലും അവർ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അവർ ബൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് തന്നെ, അതായത് ഇപ്പം മോശം ന്യൂസ് ആണെങ്കിലും മോശം റിസൾട്ട് ആണെങ്കിലും അവർ മാർക്കറ്റിനെ കയറ്റിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഉള്ളൂ, എങ്ങനെയാണോ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്നത് ആ തോട്ട് പ്രോസസ്സ് നമുക്ക് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാനായിട്ട് എക്സ്പീരിയൻസിലൂടെയും പിന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ട്രേഡേഴ്സിൻ്റെ ഗൈഡൻസിലൂടെയും മാത്രമാണ് നമുക്കത് പറ്റുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമുക്കും എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അതായത് ആദ്യമൊക്കെ ശരിക്കും മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. കാരണം മാർക്കറ്റിന് ആകെ 3 ഡയറക്ഷനുള്ളൂ. ഒന്ന് അപ്പ്, അല്ലെങ്കിൽ ഡൗൺ, അല്ലെങ്കിൽ സൈഡ് വേസ്. അപ്പോൾ ഇതിനകത്ത് ഒന്നിന് ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി അല്ലെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യും. ചിലപ്പോൾ നല്ല സക്സസ് ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് സംഭവിച്ചത്. മേടിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ റാലി കൊടുത്ത് നല്ല ലാഭം കിട്ടിയ ഒരുപാട് ട്രേഡേഴ്സ് നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അതിൽ ലാഭവും നഷ്ടമാവുകയും അതിനേക്കാളും കൂടുതൽ കാശ് പോയ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം അതാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ നമ്മളാണ് ഏറ്റവും വലിയ അനലിസ്റ്റുകൾ ആയി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ കളികൾ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഇത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവ് വ്യൂ തന്നെയാണ്. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ രീതിയിലുള്ള പൊസിഷനാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മാർക്കറ്റിൻ്റെ കാര്യങ്ങളെന്നുള്ളത് അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.